ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ എക്സാമിലെ പേപ്പേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും അല്ലേ, നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്കൂൾ തുറന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് സോഴ്സ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ഇന്ന് ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പെട്രോള്, ഡീസൽ തുടങ്ങിയുടെ വില ഇങ്ങനെ കൂടി വരുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സമയത്ത് തന്നെ വീട്ടിലിപ്പോൾ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. നമുക്കിനി എന്ത് ചെയ്യാം, പെട്രോളും ഡീസലും വണ്ടിയൊക്കെ എടുക്കുന്നതിന് പകരം നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വണ്ടികൾ ഉപയോഗിക്കുന്നതിൽ നിന്നും എന്ത് മാറ്റമാണ് അല്ലെ എന്ത് ബെനിഫിറ്റ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കുന്ന സമയത്ത് ലഭിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തൽക്കാലം നമുക്ക് ഈ പെട്രോളും ഡീസലും ഒക്കെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. പെട്രോൾ, ഡീസൽ, അതേപോലെ തന്നെ മണ്ണെണ്ണ, ഇവയൊക്കെ നമുക്ക് ഫോസിൽ ഇന്ധനങ്ങളിൽ പെടുത്താവുന്ന ആളുകളാണ്. പെട്രോളും ഡീസൽ അതേപോലെ തന്നെ മണ്ണെണ്ണ എന്നിവയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളിലേക്ക് പരിഗണിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഈ ജീവികളുടെ അവശിഷ്ടത്തെയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്. സോ ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. Their stock decreases and eventually run out by consumption. അതായത് നമുക്കൊരു വസ്തു അല്ലെ, ഈ വസ്തു തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നല്ല ആവശ്യമുള്ള സാധനമാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ വില എന്ത് ചെയ്യും, കൂടും. അത് തന്നെയാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടാനും കാരണം എന്താണ്, ഇതിന്റെ സ്റ്റോക്ക് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഇവരെ ആണെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വർഷക്കാലത്തെ പരിപാടിയിലൂടെ ഇത് എന്ത് ചെയ്യുള്ളൂ, ഫോം ചെയ്യുകയുള്ളൂ. വർഷം എന്ന് പറഞ്ഞാൽ 10 വർഷമോ 20 വർഷമോ ഒന്നും അല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ ഫോസിൽ ഫ്യൂൽസ് രൂപപ്പെടുന്നത്. ഒരുപാട് എണ്ണം, അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇതിന്റെ അളവ് കുറയാൻ കാരണമാവുന്നുണ്ട്. അതെന്ത് ചെയ്യും, ഈ പറയുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ പൈസ കൂടാനും കാരണമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നിർമ്മിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഊർജ സ്രോതസ്സുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അഥവാ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്നാണ് പറയുക. എന്താ നമ്മൾ ഇവരെ പറയുക, പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ആരാണ് ഈ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി എന്നിവയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിനെ തന്നെ ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയത്തിനെ നമ്മൾ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള പെട്രോള് എന്തൊക്കെയാ കിട്ടുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? പെട്രോള് ലഭിക്കും, ഡീസൽ ലഭിക്കും, മണ്ണെണ്ണ ലഭിക്കും, വാക്സ് ലഭിക്കും, ബിറ്റുമിൻ ലഭിക്കും അല്ലെ. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതെ നമുക്ക് ഈ പറയുന്ന വാക്സ് അഥവാ മെഴുക്, ഇതൊക്കെ എന്താണ്, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. LPG ഇതൊക്കെ എന്താണ്, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളിൽ പെട്ട ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. ഒപ്പം തന്നെ എന്തുണ്ട്, കൽക്കരിയും പ്രകൃതിവാതകവും ഫോസിൽ ഇന്ധനമാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഈ ഒരു ഫ്ലോ ചാർട്ട് പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG, വാക്സ് ഇതൊക്കെ എന്താണ്, ഫോസിൽ ഫ്യൂവൽസ് ആണ്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ് എന്നൊരു ചോദ്യം വരുമ്പോൾ അത് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ അതാ നിങ്ങൾ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗങ്ങൾ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോൾ എന്നീ പറയുന്ന ആളുകളെ കുറിച്ച്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പെട്രോൾ, ഡീസലായ മുതലായവയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഏർലി ബേർഡ് ഓഫർ നമുക്കുണ്ട്. XCG15 എന്നുള്ള കൂപ്പൺ കോഡോടുകൂടി നിങ്ങൾക്ക് എൻ ഗെയിം ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നതല്ലേ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ.